നമ്മൾ BS4 സ്റ്റാൻഡേർഡ് വണ്ടിയിൽ സെൽഫ് ആഡ് ചെയ്യണം എന്നുള്ള ഒരു ബുദ്ധിമുട്ടാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് BS3 മാത്രം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പറയാനുള്ള കാരണം ഈ ഒരു പിന്നാണ് കേട്ടോ. നോക്കുക, ഈ ഒരു പിന്നാണ്. ഇവിടെ ഒരു ഗിയർ വരുന്നുണ്ട്, സെൽഫ് മോട്ടറിന്റെ ഗിയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗിയർ ഇവിടെ വരുന്നുണ്ട്. ഈ ഗിയർ കണക്ട് ചെയ്യുന്നത്, അത് ഈ ഗിയറിന്റെ ഒരു പിന്ന് കൊടുക്കുന്നത് ഓൾ എൻഫീൽഡ് ഇതാണല്ലേ. ഈ പിന്ന് BS3ക്ക് മാത്രമേ ഉള്ളൂ. ഈ പിന്നെ ഈ ഗിയർ ഇടാനുള്ള, അത് എഞ്ചിൻ അയച്ചാൽ മാത്രമേ നമുക്ക് അയച്ചെടുത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു പിന്നിന്റെ കാരണം കൊണ്ടാണ് ആ BS4 വണ്ടികൾക്ക് സെൽഫ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഞ്ചിൻ ഓപ്പൺ ചെയ്യേണ്ടി വരുമെന്ന് പറയാനുള്ള കാരണം. ചില വണ്ടികൾക്ക് ഉണ്ടാവാറുണ്ട്, സ്റ്റാർട്ടിങ് വണ്ടികൾക്ക് ചില BS4 ഫസ്റ്റ് വന്ന വണ്ടികൾക്ക് ചിലപ്പം ചില വണ്ടികൾ ഉണ്ടാവും. അതൊരു ലെക്കാണ്. ഇത് ഭൂരിപക്ഷം വണ്ടികളിലും BS4 ആയതിനു ശേഷം ഈ ഒരു പിന്നെ ഇല്ല കേട്ടോ. ഈ ഒരു പിന്നെ ഓപ്പൺ ആണ്. നമ്മൾ ഈ പിന്നെ ഇടണമെങ്കിൽ എഞ്ചിൻ ഓപ്പൺ ചെയ്യണം, എന്നാൽ മാത്രമേ സെൽഫിന്റെ ഈ ഗിയർ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ.